റീമ, ഹോം മിനിസ്റ്റർ എത്തിയോ? എത്തിയിട്ടില്ല. ഫോണിൽ ചെക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സനി, ആളെത്തിയിട്ടില്ല. ആ, സാറങ്ങോട്ടാ? ബോംബെ വരെ. ഓക്കെ. ക്യാമറയൊക്കെ ആയിട്ടാണല്ലോ. എന്താണ് ദുരുദ്ദേശം? ഹോം മിനിസ്റ്റർ ബൈറ്റ് എടുക്കാൻ വന്നതാ. ആരതി? ശരി സാർ. വിളിച്ചാ മതി. സാർ 1 സെക്കൻഡ്. ഈ ജനമൈത്രി പോലീസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ പ്രസ് മീറ്റിൽ വിശദീകരിച്ചാണല്ലോ. അതിനെക്കുറിച്ചല്ല സാർ. മുഖ്യമന്ത്രിയുടെ മരുമകനെ കിഡ്നാപ്പ് ചെയ്തതും രക്ഷപ്പെടുത്തിയതുമെല്ലാം ഒരു ഡ്രാമയെന്ന് കേൾക്കുന്നുണ്ടല്ലോ. കേരള പോലീസും ഗോവ പോലീസും ചേർന്നുള്ള ഒരു സംയുക്ത അന്വേഷണത്തിലൂടെയാണ് മനുവിനെ രക്ഷപ്പെടുത്തിയത്. സാർ, ഞങ്ങളുടേതൊരു ലോക്കൽ നെറ്റ്വർക്ക് അല്ല, ഒരു നാഷണൽ ചാനലാണെന്ന് സാറിന് തന്നെ അറിയാമല്ലോ. ഈ കേസിൽ ഗോവ പോലീസ് യാതൊരു കമ്പൈൻഡ് ഓപ്പറേഷനിലും പങ്കെടുത്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. നിങ്ങൾ മാധ്യമങ്ങൾക്ക് എന്തും പറയാലോ. അങ്ങനെയല്ലേ സാർ, ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക് ആവും. ഈ തിരോധാന നാടകത്തിന് പിന്നിൽ നിങ്ങളുടെ മാഫിയ കണക്ഷനായ സാഗർ ഏലിയസ് ജാക്കി ഇൻവോൾവ് ആണെന്ന് പറഞ്ഞാൽ സാറിന് അത് നിഷേധിക്കാനാവോ? ഫ്ലൈറ്റിന് സമയമായി. നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ അങ്ങേര് കൂളായിട്ട് സ്കൂട്ട് ചെയ്തല്ലോ. ആ, സാരമില്ല, ഇത് വെച്ചൊരു സ്റ്റോറി അടിക്കാം. ഞാൻ പോയി എക്സിറ്റ് പാസ് എടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ കോഫി ഷോപ്പിലുണ്ടാവും. സാർ ഇതുവരെ പോയില്ലേ? ഇല്ലടോ, ഫ്ലൈറ്റ് ലേറ്റായി. താൻ പോയ കാര്യം എന്തായി? ഓ, എന്താകാന സർ, പൊളിറ്റീഷ്യൻസിന്റെ സെയിം ഗെയിം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവരെന്തൊക്കെയോ പറയുന്നു. താൻ എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്ത് കാണും. താങ്ക്സ്. എങ്കിലും സാറിനെ പോലുള്ള സീനിയർ ജേർണലിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിട്ടും ജാക്കിയെ പോലൊരുത്തനെ വെളിച്ചത്തുണ്ടരാൻ കഴിയാത്തത് കഷ്ടമാണ്. ബട്ട് വൺ തിങ് ഇസ് ഫോർ ഷുവർ സർ, സാഗർ ഏലിയസ് ജാക്കിയും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും തമ്മിൽ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആൻഡ് വിത്ത് നോ ടൈം ഞാനത് പ്രൂവ് ചെയ്യും. ഓക്കെ, ഫ്ലൈറ്റ് മിസ് ചെയ്യും. ഈ സാറിന് ഇതെന്ത് പറ്റി? ആരതി, ഒരു കാരണമില്ലാതെ കുറെ അവന്മാരെ എന്നെ എടുത്തിട്ട് താങ്ങി. 2 പെരുന്നാളിന് വെട്ടാനുള്ള ഇറച്ചി ഉണ്ടല്ലോ ദേഹത്ത്, എന്നിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. അവന്മാരാരാന്നറിയോ? ആരാണെന്നൊന്നും അറിഞ്ഞുകൂടാ. കുറെ ഇടിയും തന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത കാസറ്റ് എടുത്തോണ്ട് പോയി. ഹലോ, ഞാനിപ്പോഴെത്താം. എന്താ? അസറിന്റെ ഉമ്മയാ. ചെന്നൈ ക്യാൻസൽ. പെണ്ണ് കാണുന്നിടത്തുനിന്ന് ഒന്നും പറയാതെ അശോകനോടൊപ്പം ഇറങ്ങിപ്പോയതാ. ബാപ്പയും കൂടി ഇല്ലാത്ത കുട്ടിയാ. പിന്നെ മോൻ്റെ കൂടെ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 2 ദിവസമായി അവനെക്കുറിച്ച് ഒരു വിവരമില്ല. അവസാനം വിളിച്ചപ്പോൾ വണ്ടിക്ക് എന്തോ റിപ്പയർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വിളിച്ചപ്പോഴെല്ലാം മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. എന്താണെന്ന് അറിയില്ല മോനെ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നിങ്ങളുടെ കൂടെയല്ലേ അവൻ വന്നത്? ഞാനവനെ അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇയാളെന്താ ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്? നിന്റെയൊക്കെ നാളെ ഇങ്ങനെ വരും. അസറിന്റെ കാര്യം എന്തായി? അതാണോ? അതപ്പോഴേ DGP വിളിച്ച് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് അവരവനെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ധൃതി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതോ ബെടാ കാര്യമായിരിക്കുമെന്ന്. ഇതിനേക്കാൾ ധൃതി നിന്റെ കാര്യത്തിൽ ഞങ്ങൾ കാണിച്ചുകൊണ്ടാ ഇന്ന് നീ ഇവിടെ നിൽക്കുന്നത്.
നിന്റെ കാറ് കൊണ്ടുവരാനാ അവനെ ഞാൻ അവിടെ ഒറ്റയ്ക്കാക്കിയത്. അതൊക്കെ ശരിയായിരിക്കാം ജാക്കി, എനിക്കിതാ മനസ്സിലാവാത്തത്. ഒരു ഭാഗത്ത് CM ഉൾപ്പെടെയുള്ള VIP സുഹൃത്തുക്കൾ, മറുഭാഗത്തോ കണ്ട അലവലാദികളും മൂന്നാംകിട ഗുണ്ടകളും. നീ അസറിനെയും മറ്റ് ബാർബറിനെയൊക്കെ ഡിസ്റ്റൻസ് എടുത്തേണ്ട കാലം കഴിഞ്ഞു. അവർക്ക് വേണ്ടി നീ വെറുതെ ഇമോഷണൽ ആവല്ലേ? എടാ ഇട്ടിരിക്കുന്ന അണ്ടർവെയർ പൊന്നാണോ എന്ന് നോക്കി കൂട്ടുകൂടുന്ന നിന്നെ പോലുള്ള ഒരാൾക്ക് അത് മനസ്സിലാവില്ല. മുഖ്യമന്ത്രിയല്ല, ഏത് ദേവേന്ദ്രൻ നിന്റെ അമ്മായിയപ്പനായി വന്നാലും നിന്റെ ചെറ്റത്തരം നിന്നെ വിട്ടുപോകില്ല. I pity you, bastard. നിന്റെ സഹായമില്ലാതെ അസറിനെ എങ്ങനെ എത്തിക്കണമെന്ന് എനിക്കറിയാം. ചില നേരത്തെ അവന്റെ വർത്തമാനം കേട്ടാ എനിക്ക് ചൊറിഞ്ഞു വരും. പിന്നെ അവൻ എന്റെ തന്തയൊന്നുമല്ലോ, അവൻ പറയുന്ന മുഴുവൻ ഞാൻ കേൾക്കാൻ. മനുവേട്ട പ്ലീസ്, ചെറിയ കാര്യങ്ങൾ സ്വയം പറഞ്ഞു പറഞ്ഞ് വെറുതെ എന്തിനാ വഷളാക്കുന്നത്? സാഗർ നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റൂ? എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഞാൻ അവന്റെ അടിമയായിട്ട് കഴിയണോ? ഇനിയിപ്പം അവനെ വിളിച്ചുടനെ പറയാൻ നിൽക്കണ്ട. ദേഷ്യം വന്നപ്പോ എന്തോ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഭായ്, പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, നോ ഇൻഫർമേഷൻ. പക്ഷേ റൊസാരിയോയുടെ കാർ പോർച്ചിനുള്ളിൽ ഒരു കേരള രജിസ്ട്രേഷൻ ബെൻസ് കാർ കിടക്കുന്നുണ്ട്. ജാക്കി ഭായ്, റൊസാരിയോ Soy un hombre muy honrado que me gusta lo mejor. A mujeres no me falta ni el dinero ni el amor. Jineteando en mi caballo por la sierra yo me voy. Las estrellas y la luna ellas me dicen dónde voy. Ay, 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 mi amor. Ay, mi morena de mi corazón. Hello, Jackie. You're always welcome. Yeah. Me gusta tocar guitarra. Okay. Me gusta cantar el son. Clear off. Hey, come on, kids. Go play outside.